ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്യപ്പോഴേ ആ വീഡിയോക്ക് വന്നൊരു കമൻ്റ് ആട്ടോ, ആ പൈസ എന്തെങ്കിലും ഒരു പ്രൊജക്റ്റ് വെച്ചിട്ട് വീട്ടിലിരുന്ന് കാണാമെന്ന്. നീ ഇപ്പോഴും കുണ്ടി കിടക്കുന്ന തവളയല്ലേ, നിനക്ക് കൂട്ടുകാരൊന്നുമില്ല, നീ ഭയങ്കര സെൽഫിഷ് ആയിട്ടുള്ള ഒരാളല്ലേ. അങ്ങനത്തെ ഒരാൾക്ക് അങ്ങനെ തോന്നുള്ളൂ. നമ്മളെങ്ങനെ അറിയാം, ഞങ്ങളൊരു ടീം, ഞങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടുകാർ കൂടിയിട്ട്, ഇനിയിപ്പോൾ അതൊരു ചായ ആണെങ്കിലും കൂട്ടുകാർ കൂടിയിട്ട് ആ സ്ട്രീറ്റിൽ നിന്ന് അവിടുന്ന് വാങ്ങിച്ച് തമ്മിൽ കുടിച്ച് പോകുന്ന ആ ഒരു രസം. അതുപോലെ എന്തെങ്കിലും ഒരു ചിപ്സ് പാക്കറ്റാണ് മേടിച്ചെങ്കിലും നമ്മളത് ചിലപ്പോൾ കൂടുതൽ പൈസ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഉള്ള ചിപ്സിന്ന് കൈയിട്ട് മാന്തിയായി വലിച്ചിട്ട് ഒരു കഷ്ണം കൂടുതൽ തിന്നു കഴിഞ്ഞാൽ അതിന് തല്ല് കൂടുന്ന ആ ഒരു ഫീലിങ്സ് ഇല്ലേ, അതില്ലാത്തവനെ സെൽഫിഷ് എന്ന് തന്നെ പറയാം. കാരണം സ്വന്തമായിട്ട് വാങ്ങി തിന്ന് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് റൂമിൽ ഇരുന്നിട്ട് കുത്തിയിരുന്നിട്ട് മൂങ്ങായിരുന്ന് കാണുന്ന മാതിരി അതെനിക്കൊരു എൻജോയ്മെൻ്റ് ഒന്നുമില്ല അല്ലേ. എന്തോന്നടേ ചങ്ങായി, അന്നെപ്പോലുള്ള ആൾക്കാർക്കല്ല, നമ്മളിവിടെ കഷ്ടപ്പെടാൻ വന്നിട്ടുള്ളതാണ്. കഷ്ടപ്പെടുന്നതിൻ്റെ ഇടയിൽ നമുക്ക് കിട്ടുന്ന കുറച്ച് സമാധാനങ്ങൾ കിട്ടുന്ന ഒരു 1-2 മണിക്കൂർ, ചിലപ്പോൾ ഒരു 5-6 മണിക്കൂർ, ചിലപ്പോൾ ഇന്ന് നൈറ്റ് പോയി കഴിഞ്ഞാൽ കാലത്ത് വരുന്ന ആൾക്കാർ നമ്മൾ ഇരിക്കുന്നത്, ഞങ്ങളൊക്കെ ആ കൂട്ടത്തിൽ പെട്ടതാണ്. നമുക്ക് എവിടെയാണോ കൂട്ടുകാരിൽ അവിടെയാണ് നമ്മുടെ എൻജോയ്മെൻറ്റ്. നമ്മൾ വീട്ടിൽ പോകുമ്പോൾ മക്കളും ഫാമിലി ആയിട്ടൊരു എൻജോയ്മെൻറ്റ്, അതിൻ്റെ ഇടയിൽ നമ്മുടെ കൂട്ടുകാരും ഫാമിലീസും ഫ്രണ്ട്സും അതിൻ്റെ ആ സർക്കിളായിട്ട് നമുക്കൊരു എൻജോയ്മെൻറ്റ്. ഈ മരിക്കുന്നതിൻ്റെ ഇടയിൽ കുറച്ച് കാര്യം ഉണ്ടാവുള്ളൂ ഭായി. ഇങ്ങനെ സ്കിപ്പ് പിടിച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ അയച്ചു കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല. ഇവിടെ എന്തെങ്കിലുമൊക്കെ നമ്മളും എൻജോയ് ചെയ്യണം, എന്നിട്ട് അവരും എൻജോയ് ചെയ്യണം. ഈ ചുമരുണ്ടെങ്കിലാണ് ചിത്രം വരയ്ക്കാൻ പറ്റുമോ. ചുമര് അങ്ങോട്ട് പോയി കഴിഞ്ഞ് പിന്നെ എവിടെ വരയാനാ. അപ്പോൾ എൻ്റെ കുട്ടി ഒരു കാര്യം ചെയ്യേ, ടി വി മേടിച്ചിട്ട് കുടിയിലിരുന്നിട്ട് ചിപ്സും കട്ടൻ ചായ നിന്നിട്ട് ഇജന്നെ മറ്റെന്താണ് ഇജന്നെ അവിടുത്തെ രാജാവ്, ഇജന്നെ എല്ലായിട്ടും ഇജ്ജ് അവിടെ ഇരുന്നോ കേട്ടോ. കൂട്ടുകാരൊക്കെ സ്നേഹിക്കട ചങ്ങായി, എന്തെങ്കിലുമൊക്കെ മേടിച്ചു കൊടുത്തൊക്കെ, അങ്ങോട്ട് മേടിച്ചിട്ടൊക്കെ ഒരു എൻജോയ്മെൻറ്റ് ഉണ്ടാക്ക്. ഫ്രണ്ട്സേ ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് എല്ലാവരും പറയുന്നില്ല, നമ്മളതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു സൗഭാഗ്യം എന്ന് പറയുന്നത് നമ്മുടെ കൂട്ടുകാരാണ്. നമ്മളെ അറിയുന്ന നമ്മളെ കൂട്ടുകാർ, നമ്മളെ കൂടെ നിൽക്കുന്ന നമ്മുടെ ചങ്കുകൾ, അവരെ ഏറ്റവും വലുത്. നമുക്ക് അവർ കഴിഞ്ഞാൽ വേറെ എന്തുള്ളൂ, കുടുംബക്കാർ പോലും നമുക്ക് കൂട്ടുകാർ കഴിഞ്ഞിട്ടുള്ളൂ. കാരണം ആ കൂട്ടുകാരില്ലേ, ആ ഫ്രണ്ട്ഷിപ്പിന് നമുക്കൊരു ഭയങ്കര ഒരു വാല്യൂ ആണ്. കൂട്ടുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന അങ്ങനെ നമുക്ക് അങ്ങനത്തെ ഒരു വിഷയമല്ല. നമുക്ക് നമ്മുടെ കുടുംബക്കാരിൽ നിന്നൊക്കെ വീട്ടിലൊക്കെ പോയിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു സാധനമൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് വരുമ്പോൾ അത് അവിടെ കണക്ക് പറയാൻ ആളുണ്ടാവും. പക്ഷെ നമ്മുടെ കൂട്ടുകാരുടെ വീട്ടിൽ നിന്ന് നമ്മൾ ആ സാധനം എടുത്തിട്ട് വരുമ്പോൾ അല്ലേ, അവിടെ ഇവിടെ കാണാനില്ല എന്ന് മറ്റവൻ പറയുമ്പോൾ നിങ്ങളങ്ങ് ചങ്ങായി എടുത്തിട്ട് പോയി എന്ന് പറഞ്ഞാൽ ആ കുരിപ്പായി കൊണ്ടുപോയോ, അതങ്ങനെ പറയുള്ളൂ. പക്ഷെ കുടുംബക്കാരങ്ങനെ പറയും, എന്ത് കൊണ്ടുപോലും കൊണ്ടുപോകും, എന്താ ഇപ്പോൾ അവൻ്റെ അങ്ങനെ. അതൊന്നും ഉണ്ടാവില്ല കൂട്ടുകാർക്ക് കിട്ടാം. അപ്പോൾ ചങ്കന്നെയാണ് ചങ്ങായി കേട്ടാ. ഈ കുടിയിലിരുന്നിട്ട് മിച്ചറും കട്ടൻ ചായ നിന്നിട്ടേ ആ ടി വിയിലേക്കും ഇങ്ങനെ നോക്കിയിട്ട് മൂങ്ങരിക്കണമായിട്ട് ഇരുന്നോ. അങ്ങനെയല്ലേ, ഞങ്ങൾ എൻജോയ്മെൻറ്റ് ചെയ്യാറുണ്ട്. ഇത് കഴിഞ്ഞിട്ട് മതി ബാക്കി. ഉമ്മ പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ എൻജോയ്മെൻറ്റ് ചെയ്തിട്ട് മതി കായ് അങ്ങോട്ട് അയക്കാന്ന്. അതുകൊണ്ടാണ് ഞങ്ങൾ ആദ്യം സമാധാനിക്കട്ടെ, എന്നിട്ടല്ലേ കുടിയിലുള്ളവർ സമാധാനിക്കട്ടെ.